നമസ്കാരം, വെൽക്കം ടു ദ ഇന്ത്യ പ്രസ്. എൻ്റെ പേര് കൃഷ്ണരാജ്. ഇൻറ്റേൺഷിപ്പ് എന്നുള്ള വാക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം. അതിനോടൊപ്പം ഞാൻ ഒരു കാര്യം പറയാം. മുൻകാലങ്ങളിൽ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂ, ഒരു റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ്, അതിനുശേഷം ആ ജോലിയിലേക്ക് കയറുന്നു. ഇതായിരുന്നു ഒരു സാധാരണ രീതി. പക്ഷേ ഇപ്പോൾ ഒട്ടനവധി കമ്പനികൾ അവരാവശ്യപ്പെടുന്നത് ഒരു മുൻ അനുഭവം അല്ലെങ്കിൽ മുൻ അനുഭവ പരിചയം, ഒരു നല്ല എക്സ്പീരിയൻസ് ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ ഒന്നുകൂടി മികച്ച അവസരമായിട്ട്, ഒന്നുകൂടി മികച്ച കാൻഡിഡേറ്റായിട്ട് അങ്ങനെയുള്ളവരെ കാണാറുണ്ട്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കിട്ടാം? ഇപ്പോൾ ഒരു ഫ്രഷറാണ്, നമ്മളൊരു ഡിഗ്രി കഴിഞ്ഞിറങ്ങുന്നു, ഒരു ബിടെക് കഴിഞ്ഞിറങ്ങുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഗ്രാജുവേഷൻ കഴിഞ്ഞിറങ്ങുന്നു, BCom, BA, BSc, അതല്ലെങ്കിൽ BTech, ഇങ്ങനെ ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞിറങ്ങുന്നു. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ല. അപ്പോൾ എവിടെ ചെന്നാലും ചോദിക്കുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്നായിരിക്കും. നമുക്കില്ല എന്ന് പറയേണ്ടി വരും. അപ്പോൾ അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രസക്തി. നല്ലൊരു സ്ഥാപനത്തിലെ നല്ലൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്ത ഒരു വിദ്യാർത്ഥിക്ക് എപ്പോഴും ഒരു അഡീഷണൽ അഡ്വാൻറ്റേജ് കിട്ടും. സ്വകാര്യ സ്ഥാപനങ്ങളിലാണെങ്കിൽ പോലും അത് നമുക്ക് പലപ്പോഴും അഡ്വാൻറ്റേജ് ആയിരിക്കും. ഇവിടെയാണ് മികച്ച ഒരു ഇൻറ്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റി, ഏതാണ്ട് 4452 ഇൻറ്റേൺഷിപ്പുകൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അത് കേരളത്തിലെ ഒരു സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഗവൺമെൻറ് നേരിട്ട് നടത്തുന്ന ഒരു സംവിധാനം. അതിലൂടെ എങ്ങനെ നമുക്ക് ഒരു സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമായി മികച്ച ഇൻറ്റേൺഷിപ്പുകൾ, അതായത് നിങ്ങൾക്ക് പണം കിട്ടുന്ന ഇൻറ്റേൺഷിപ്പ്. പല മേഖലകളിലും ഇൻറ്റേൺഷിപ്പ് മേഖലകളിലെ ഏറ്റവും വലിയ തട്ടിപ്പ് എന്താണെന്ന് ചോദിച്ചാൽ, മലയാളികളെ പൊതുവെ പറ്റിക്കാൻ വളരെ എളുപ്പമാണെന്ന് പലരും പറയാറുണ്ട്. അതൊരു പരിധി വരെ സത്യവുമാണ്. കാരണം പല സ്ഥലങ്ങളിലും 5000 രൂപ, 10000 രൂപ കമ്പനിക്ക് അങ്ങോട്ട് കൊടുത്ത് ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വരെ തയ്യാറായി കുട്ടികൾ പോകുന്ന സാഹചര്യമുണ്ട്. അത് വലിയൊരു തട്ടിപ്പാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അങ്ങോട്ടൊരു തുക കൊടുത്ത് നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ നിങ്ങളെ കൊണ്ട് അവർ ജോലിയും ചെയ്യിക്കുകയാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു പണവും വാങ്ങിക്കുകയാണ്. അപ്പോൾ അതിനകത്തൊരു വലിയൊരു തട്ടിപ്പ് ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. എന്നാൽ ഇതങ്ങനെയല്ല, പെയ്ഡ് ആയിട്ടുള്ള ഇൻറ്റേൺഷിപ്പാണ്. ചില കേസുകളിൽ പെയ്ഡ് അല്ല, അതായത് നിങ്ങൾ അങ്ങോട്ട് പണം കൊടുക്കേണ്ട, അവരിങ്ങോട്ടും പണം തരില്ല. ഒരു ചെറിയ ഇൻറ്റേൺഷിപ്പ് നിങ്ങൾക്ക് ചെയ്യാനും സാധിക്കും. ചില കേസുകളിൽ നിങ്ങൾക്ക് പണം തരുന്ന രീതിയിൽ, അതായത് കമ്പനി നിങ്ങൾക്ക് മാസാമാസം ഒരു ചെറിയ സ്റ്റൈഫൻഡ് തരുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം. അപ്പോൾ ഇത്തരത്തിലുള്ള 2 തരത്തിലുള്ള ഇൻറ്റേൺഷിപ്പുകൾ സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ തൊഴിൽ വകുപ്പുമായി ബന്ധപ്പെട്ട ഒരു പ്രോഗ്രാം ആണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഞാൻ പറയുന്ന വിവരങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നിയാൽ അപ്ലൈ ചെയ്യാനും ശ്രമിക്കുക. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഇൻട്രൊഡക്ഷനിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കേരള നോളജ് മിഷൻ്റെ ഒരു സപ്പോർട്ടോടുകൂടി KDISC ആണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. അപ്പോൾ ഈ KDISCിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. ഏതാണ്ട് 4452 ഒഴിവുകൾ ടോട്ടൽ ഇൻറ്റേൺഷിപ്പുകളുണ്ട്. ആ 4452-ൽ ഏതാണ്ട് 2620 പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ്. അതായത് നിങ്ങൾക്ക് അവർ പണം തന്ന് നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പ് ചെയ്യിപ്പിക്കുന്ന രീതിയാണ്. 1832 അൺപെയ്ഡ് ആണ്. അതായത് നിങ്ങൾക്ക് പണം ലഭിക്കില്ല, പക്ഷേ നിങ്ങളും പണം ഒന്നും കൊടുക്കണ്ട. നിങ്ങൾക്കൊരു ഇൻറ്റേൺഷിപ്പ് ഭംഗിയായി ചെയ്ത ഇൻറ്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾക്ക് പിരിയാം. അപ്പോൾ ഈ 2 ഓപ്ഷനാണുള്ളത്. പ്രതിമാസം ഈ പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്നതിൽ പ്രതിമാസം ഏതാണ്ട് 2000 രൂപ മുതൽ മുകളിലേക്ക്, മിനിമം 2000 ആണ്, അതിന് മുകളിൽ ഒരു തുക. അപ്പോൾ 2000 മുതൽ 4000-ഓ 5000-ഓ ഒക്കെ പല കമ്പനികളും തന്നിരിക്കാം. ചില കമ്പനി 2000 മാത്രമേ തരികയുള്ളൂ. അപ്പോൾ അതൊരു മാസത്തെ ഒരു നിങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഭാഗമായി നിങ്ങൾക്ക് തരുന്ന ഒരു സ്റ്റൈഫൻഡ് തുകയായിട്ടാണ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യേണ്ടത്. ഇനിയും നിങ്ങളുടെ പൊസിഷനും നിങ്ങൾ ഏത് കമ്പനിയാണ് നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്നത് ഇതനുസരിച്ചായിരിക്കും ഈ സ്റ്റൈഫൻഡിൽ മാറ്റമുണ്ടാവും. ഏതായാലും ഒരു മിനിമം 2000 ആയിരിക്കും പെയ്ഡ് ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന വിഭാഗത്തിന് ഉള്ളത്. ഇനിയും സർക്കാർ സ്ഥാപനങ്ങൾ പുറമെ വേറെ പ്രൈവറ്റ് സ്വകാര്യ സ്ഥാപനങ്ങൾ ഈ പ്രോഗ്രാമിൽ സഹകരിക്കുന്ന കുറേയധികം സ്വകാര്യ സ്ഥാപനങ്ങളും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അവർ ഇൻറ്റേൺഷിപ്പ് നൽകുന്നുണ്ട്. ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം. ഇതിനകത്ത് ഇൻറ്റേൺഷിപ്പ് നൽകുന്ന കുറച്ച് സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായ സ്ഥാപനങ്ങൾ ഞാൻ പറയാം. KIED, അതുമല്ല കേരള നോളജ് എക്കോണമി മിഷൻ, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറി, ഇത് പ്രധാനപ്പെട്ട ചില സർക്കാർ സ്ഥാപനങ്ങളാണ്. ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൽ സ്റ്റൈഫൻഡ് ഉണ്ടാവില്ല. അതിൻ്റെ കാരണം ഒരു ഗവൺമെൻറ് സ്ഥാപനമായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ ചെയ്യുന്ന ഇൻറ്റേൺഷിപ്പിന് കൂടുതൽ വാല്യൂ ഉണ്ട്. അപ്പോൾ അവിടെ ചെയ്യാൻ കൂടുതൽ പേർക്ക് താല്പര്യമുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് അവർ താല്പര്യത്തോടെ അതിന് വേണ്ടി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ സ്റ്റൈഫൻഡ് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഓഫർ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുപോലെ +2 ഡിപ്ലോമ, ഡിഗ്രി
PG ഇങ്ങനെയുള്ള ഏത് യോഗ്യത ഉള്ളവർക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും അപേക്ഷിക്കാം. പക്ഷേ ആ കോഴ്സിൻ്റെ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ പ്രോജക്റ്റിൻ്റെ ഭാഗമൊക്കെ ആയിരിക്കണം. നിങ്ങൾ ഫുൾ ടൈം ക്ലാസ്സിൽ പോകുന്ന ഒരാളാണെങ്കിൽ മേ ബി ലാസ്റ്റ് ബട്ട് 1 സെമസ്റ്റർ ആ സമയത്തൊക്കെ ഉള്ളവർക്കായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുക. പക്ഷേ നിങ്ങൾക്കും അപേക്ഷിക്കാമെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഡിപ്ലോമ പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം, അതുപോലെ +2 തീർന്നവർക്ക് ജസ്റ്റ് കഴിയുന്നവർക്ക് അപേക്ഷിക്കാം, ഏതെങ്കിലും ഒരു ഡിഗ്രി PG ഈ കാറ്റഗറിക്കെല്ലാം അപേക്ഷിക്കാം എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ ഉള്ള കുറച്ച് ഡൊമൈനുകൾ, അത് ഏതൊക്കെ ഡൊമൈനാണെന്ന് ഞാൻ പറയാം, ഏതൊക്കെ മേഖലകളാണെന്ന് പറയാം. ടെക്നോളജി, എഡിറ്റിംഗ് ആൻഡ് ഡിസൈനിങ്, മാനേജ്മെൻറ്റ്, HR അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സ്, ഫിനാൻസ്, സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഹെൽത്ത് കെയർ, സോഷ്യൽ സെക്ടർ, റിസർച്ച് മേഖല, ഇങ്ങനെയുള്ള പല മേഖലകളിലായിട്ടുള്ള സ്വകാര്യ സ്ഥാപനങ്ങളാണ് ഇതിൽ സഹകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇൻറ്റേൺഷിപ്പിലൂടെ നിങ്ങൾക്ക് നല്ലൊരു തൊഴിലവസരത്തിലേക്ക് എത്തിച്ചേരാനുള്ള അവസരമാണ്. ഈ ഇൻറ്റേൺഷിപ്പ് കഴിയുമ്പോൾ ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള ഇൻറ്റേൺഷിപ്പുകളാണ്. ഇത് കഴിയുമ്പോൾ നിങ്ങൾ നല്ലൊരു സ്ഥാപനത്തിലേക്ക് ഒരു തൊഴിൽ അന്വേഷകനായി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ അന്വേഷകയായി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നുകൂടി നല്ല സ്വീകാര്യത കിട്ടും. നിങ്ങൾ ഒരു 6 മാസത്തെ അല്ലെങ്കിൽ 1 വർഷത്തെ ഇൻറ്റേൺഷിപ്പ് ചെയ്ത ആളാണ് എന്ന് പറയുമ്പോൾ ഒരു ഫ്രഷർ എന്നുള്ളതിൻ്റെ ആ ഒരു നിങ്ങളോടുള്ളൊരു പുച്ഛം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് അത് മാറി കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്ത് എക്സ്പോഷർ ഉള്ള ഒരാൾ എന്നുള്ള രീതിയിൽ നിങ്ങളെ കൺസിഡർ ചെയ്യും. അത് നിങ്ങളുടെ തൊഴിൽ സാധ്യതകൾ കൂട്ടുകയും ചെയ്യും എന്നുള്ള കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിലാക്കുക. ഇനി അപ്ലൈ ചെയ്യുന്ന രീതിയെക്കുറിച്ച് പറഞ്ഞാൽ, കേരള നോളജ് എക്കണോമി മിഷൻ്റെ ഒരു ഓൺലൈൻ പോർട്ടലുണ്ട്. ഇൻറ്റേൺഷിപ്പുകൾക്ക് വേണ്ടിയുള്ളൊരു പോർട്ടലുണ്ട്, DWMS പോർട്ടൽ. അപ്പോൾ ഈ DWMS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇത്തരത്തിലുള്ള ഒരു വീഡിയോയിലും ഞാനത് പറഞ്ഞിരുന്നു. ഈ DWMS പോർട്ടലിൽ നിങ്ങൾ തൊഴിലന്വേഷകനാണ്, മലയാളി കൂടിയാണെങ്കിൽ രജിസ്റ്റർ ചെയ്തിടുക. കാരണം ഒട്ടനവധി അവസരങ്ങൾ അതിലൂടെ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ഇത്തരം അവസരങ്ങളിൽ, ഈ അവസരമാകാം, ഇനിയും വരുന്ന ഇത്തരം അവസരങ്ങളാകാം, ഈ DWMS പോർട്ടലിൽ നിങ്ങളെ തന്നെ ഒന്ന് രജിസ്റ്റർ ചെയ്യുക. അത് രജിസ്റ്റർ ചെയ്തവർക്കായിരിക്കും അപേക്ഷിക്കാനുള്ള അർഹതയുള്ളത്. കേരളത്തിലും ബാംഗ്ലൂരുമായുള്ള ഒട്ടനവധി കമ്പനികൾ ഈ 4452 എണ്ണത്തിലുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. ഇനിയും വരുന്ന ഇത്തരം ഒരുപാട് അവസരങ്ങളും നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും. അപ്പോൾ ഞാൻ ഇത് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക്, പ്രത്യേകിച്ച് DWMS പോർട്ടലിൻ്റെ ലിങ്ക്, കേരള നോളജ് മിഷനുമായി ബന്ധപ്പെട്ട ലിങ്ക്, ഇതെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്ലൈ ചെയ്യേണ്ട ഇമെയിൽ ID ഉണ്ട്, ആ കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. നിങ്ങൾ ഈ ഇമെയിൽ ID ഒന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം ആ വെബ്സൈറ്റിൽ കയറി കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക, അതിനുശേഷം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏതായാലും ഇത്തരം ഇൻറ്റേൺഷിപ്പുകൾ ഒരിക്കലും കളഞ്ഞു കുളിക്കേണ്ട ഒന്നല്ല, അല്ലെങ്കിൽ നമ്മളധികം ശ്രദ്ധിക്കാതെ വിടേണ്ട കാര്യമല്ല. ഇതുകൊണ്ട് വലിയ പ്രയോജനമില്ല. മന്ത്ലി ഒരു 2000 റുപ്പീസ് അല്ലേ, ആ 2000 റുപ്പീസ് സ്റ്റൈഫൻഡ് കിട്ടിയതുകൊണ്ട് എനിക്ക് എന്ത് നേട്ടം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ മാറ്റി നിങ്ങൾ ഒന്നുകൂടി പ്രൊയാക്റ്റീവായിട്ട് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. ഈ അപേക്ഷിക്കാനായിട്ട് മാക്സിമം ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് പോലത്തെ കാര്യങ്ങളൊക്കെ അവർ സ്വിച്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ പോർട്ടലിൽ കയറി തന്നെ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടും. എൻ്റെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലൂടെ കാണുന്നത് എങ്കിൽ ദയവായി സബ്സ്ക്രിപ്ഷൻ ബട്ടണൊക്കെ ഹിറ്റ് ചെയ്ത് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് തൊഴിലന്വേഷകരായിട്ടുള്ളവരാണ്, +2 അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി അല്ലെങ്കിൽ PG ഫൈനൽ ഇയർ ഒക്കെ ഇപ്പോൾ പഠിക്കുന്നവരാണ്, അല്ലെ കഴിഞ്ഞ വർഷമോ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷമോ ഒക്കെ പാസ്സായവരാണ്, തൊഴിലൊക്കെ അന്വേഷിച്ച് നടക്കുകയാണ്, ജോലിയൊന്നും കിട്ടുന്നില്ല, എവിടെ പോയി അന്വേഷിക്കും എന്നൊക്കെ ചോദിച്ച് നടക്കുന്നവരാണ് എങ്കിൽ അവർക്ക് ഈ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് ഇതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. സുഹൃത്തുക്കളൊക്കെ നിങ്ങളെപ്പോലെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആളോ നിങ്ങളുടെ സൗഹൃദ വലയത്തിലുള്ളവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കൂട്ടി ഇതൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒട്ടനവധി അവസരങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് കണ്ണ് തുറന്ന് നോക്കാൻ തയ്യാറായാൽ അവസരങ്ങളാണ് ചുറ്റും എന്ന് ഞാൻ പറയും. പലരും പറയാറുണ്ട് തൊഴിലവസരങ്ങളൊന്നുമില്ല, അതൊക്കെ വ്യർത്ഥമാണെന്നും സത്യമല്ല. അതുകൊണ്ട് തീർച്ചയായും ഈ അവസരങ്ങളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുക, അതൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഏറ്റവും ശോഭനമായ ഒരു കരിയർ ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.